ജനിച്ചു വളർന്നതും എൻ്റെ വിദ്യാഭ്യാസ കാലവുമെല്ലാം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പട്ടണത്തിലായിരുന്നു. അവിടെ കത്തീഡ്രൽ ഇടവക അംഗമാണ് ഞാൻ. അവിടെ വിശുദ്ധ ആഴ്ചയിൽ തിരുക്കർമ്മങ്ങൾ വലിയ ആഘോഷത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു സ്ഥലമാണ്. സാധാരണയായിട്ട് ആർച്ച് ബിഷപ്പ് തന്നെ നേരിട്ട് അതിന് നേതൃത്വം കൊടുക്കാറുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ദിവസം അവിടെ എല്ലാ വർഷവും കുരിശിൻ്റെ വഴി വൈകുന്നേരം നടത്താറുണ്ട്. ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് വന്ന് പള്ളിയിൽ സമ്മേളിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യമാണ് അവിടെ നടക്കാറുള്ളത്. അതുകൂടാതെ ദുഃഖവെള്ളിയാഴ്ച ദിവസം രാവിലെ ഏകദേശം 8 മണി 9 മണി സമയത്ത് അവിടെ വളരെ ഭക്തിയാദരപൂർവം യേശുക്രിസ്തുവിൻ്റെ രൂപം, അതായത് ഒരു വ്യക്തി മരിച്ചു കിടക്കുന്ന രീതിയിലുള്ള ഒരു ശില്പമാണത്. അത് ഭക്തിയാദരപൂർവം പള്ളിക്ക് ചുറ്റും അത് കൊണ്ടു നടക്കുകയും പിന്നീട് പള്ളിയിൽ പ്രവേശിച്ച് ആളുകൾ അതിന് ആദരം അർപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഏതോ വിദേശ രാജ്യത്തു നിന്ന് കൊണ്ടുവന്നതാണ് ആ രൂപം. സാധാരണ കാണുന്ന രീതിയിലല്ല, യഥാർത്ഥത്തിലൊരു മനുഷ്യൻ, അത് യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്ന രീതിയിലുള്ള അതേ ഒരു വ്യക്തി, പടങ്ങളിലൊക്കെ കാണുന്ന അതേ ഒരു വ്യക്തിത്വം, മരിച്ച് പീഡാനുഭവങ്ങൾക്ക് ശേഷം വളരെയധികം ദേഹത്തെ മുറിവുകളും രക്തം ഒഴുകിയ പാടുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു രൂപമാണ് അവിടെ കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ എനിക്ക് ഉണ്ട്. പിന്നീട് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ 1977 ഇന്ത്യൻ പോലീസ് സർവീസിൽ പ്രവേശിച്ചു. പിന്നീട് ഇങ്ങനെയുള്ള ഭക്തി ആദരപൂർവ്വമുള്ള കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൻ്റെ വായനയിലൂടെയാണ്. അത് ഏകദേശം 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം എൻ്റെ കയ്യിലെത്തുന്നത്. മരിയ വാൾത്തോർത്ത എന്ന ഇറ്റാലിയൻ മിസ്റ്റിക്കാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവ്. അവർക്ക് കിട്ടിയ ദർശനങ്ങളാണ് പുസ്തക രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കോട്ടയം ജില്ലയിലുള്ള ആരാധനാ മഠം SABS എന്ന് പറയുന്ന ആരാധനാ സന്യാസിനി സമൂഹം ആണ് അതിനുള്ള നേതൃത്വം നൽകിയത്. ആകെ 16 വോള്യമുണ്ട്. 16 വോള്യങ്ങളായിട്ട് ഏതാണ്ട് 4000-ലധികം പേജുകളുള്ള ഒരു വലിയ ബൃഹത് ഗ്രന്ഥമാണിത്. ഞാൻ ഈ 16 വോള്യങ്ങളും 3 തവണ വായിക്കുകയുണ്ടായി. അതിനുവേണ്ടി മറ്റ് പുസ്തകങ്ങളുടെ എല്ലാം വായന ഉപേക്ഷിച്ചു. അല്ലാതെ ഇത് വായിക്കാൻ പറ്റുകയില്ല. കാരണം വളരെയധികം ബൈബിളിലെ സുവിശേഷങ്ങളിൽ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ പരസ്യജീവിതം പാലസ്തീന എന്ന് പറയുന്ന നാട്ടിലൂടെ പലരെയും കണ്ടും പല പ്രസംഗങ്ങൾ ചെയ്തും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുമൊക്കെ നടന്ന 3 വർഷത്തെ ആ ജീവിതം വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലെ 15ാമത്തെ വോള്യമാണ് അവസാനം ഈ വിശുദ്ധ വാരം എന്ന് നമ്മളിപ്പോൾ പറയുന്ന ആ ഏതാനും ദിവസങ്ങളെ പറ്റിയുള്ള വിവരണം. വളരെ വിശദമായ വിവരണം. ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്നു. അതിനുശേഷം ശിഷ്യന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന പ്രബോധനങ്ങൾ, പിന്നീട് വ്യാഴാഴ്ച ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ദീർഘമായിട്ടുള്ള പ്രബോധനം, പിന്നെ രാത്രിയിൽ ഒലിവ് മലയിൽ വെച്ച് പിടിക്കപ്പെടുന്നതും പിന്നീടുള്ള വിചാരണയും വിധിയും ഇതെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെ മറ്റ് ഗ്രന്ഥങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ ഹൃദയാകർഷകമായ രീതിയിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ പറ്റിയുള്ള വർണ്ണന ഉണ്ട്. അത് ഞാൻ വളരെ ആഴത്തിൽ എന്നെ സ്പർശിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് 3 തവണ അത് വായിക്കണമെന്ന് തോന്നിയത്. പിന്നീട്
2004 ദി പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ആ സിനിമ എല്ലാവർക്കും അറിയാം, സുപരിചിതമാണ്. ഹോളിവുഡിൽ നിന്നും തയ്യാറാക്കിയ ഒരു ചിത്രമാണ്. ലോകം എല്ലായിടത്തും തന്നെ അത് പ്രദർശിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് അതിൻ്റെ പ്രദർശനം കാണുവാനായിട്ട് എനിക്ക് അവസരം കിട്ടി. അതിൽ യേശുക്രിസ്തുവിനെ പലതരത്തിൽ പീഡനങ്ങൾ നേരിടുന്ന ഭാഗമുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞതും ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ ആ ഭാഗം എന്ന് പറയുന്നത് പീലാത്തോസിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. എന്നാൽ യഹൂദ പ്രമാണികളുടെയും പുരോഹിത പ്രമാണികളുടെയും നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പറയുകയാണ്, കുറ്റം ഒന്നും ഞാൻ കണ്ടില്ല, എങ്കിലും ഇയാളെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചിട്ട് ഞാൻ വിട്ടേക്കാം എന്ന് പറയുന്നു. കുറ്റം ചെയ്യാത്ത ആളിനെ ചമ്മട്ടി അടിക്ക് വിധേയനാക്കുന്നു. ആ ചമ്മട്ടി അടിക്കുന്ന രംഗമെന്ന് പറയുന്നത് ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ്. കാരണം ഒന്നോ രണ്ടോ അല്ല, എണ്ണമില്ലാത്ത രീതിയിൽ അടിക്കുന്നു. കാരണം അടിക്കാൻ ഏൽപ്പിച്ച ആളുകൾ യഥാർത്ഥത്തിൽ പട്ടാളക്കാരാണ് എന്ന് തോന്നുന്നില്ല. ശരിക്കും ആ കൃത്യം നിർവഹിക്കേണ്ടിയിരുന്ന പട്ടാളക്കാർ മാറിയിരുന്ന് അവർ പകിട കളിക്കുകയാണ്. അവർ ഇൻഡിഫറൻ്റാണ്. അവിടെ എന്ത് നടന്നാലും ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിന് പകരം ചമ്മട്ടിയടി എന്ന ആ കൃത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് ഒരുപക്ഷെ അവരുടെ സിൽബന്ദികളായിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളിപ്പോൾ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്ന പോലെ വേറെ ആരെയോ ഏൽപ്പിച്ചു ആ കൃത്യം അവർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മനുഷ്യനെ ഒരു തൂണിൽ, ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ടിട്ട് ശരീരം മുഴുവനും അടിക്കുന്നു. മേൽവസ്ത്രം ഊരിയതിന് ശേഷമാണ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ തവണയും ചമ്മട്ടി എന്ന് പറയുന്നത് ഇരുമ്പ് കഷ്ണങ്ങളാണ് അതിൻ്റെ അറ്റത്ത്, തുകൽ വാറിൽ ഇരുമ്പ് കഷ്ണങ്ങൾ കിട്ടിയതാണ്. അപ്പം ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു രംഗമാണത്. അത് കണ്ടിട്ടും ഇവർ പട്ടാളക്കാരത് ശ്രദ്ധിക്കുന്നില്ല. എത്ര അടിയാണ് അടിക്കേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടി അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബോധരഹിതനായിട്ട് ആൾ വീഴുന്നു എന്നുള്ള ഘട്ടം എത്തിയപ്പോഴാണ് അവർ നിർത്തുന്നത്. അതിനുശേഷമാണ് കുരിശുമരണത്തിന് യേശു ക്രിസ്തുവിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ രംഗം ഒരിക്കലും മറക്കാനാവാത്ത ഒരു രംഗമാണ്. ആർക്കും മറക്കാനാവത്തില്ല. പിന്നീട് ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് തിയേറ്ററിൽ ഒരു കസേര പോലും ഇല്ല, ഒഴിവില്ല. അത്രയ്ക്ക് ഫുള്ളായിരുന്നു, ഫുൾ ഹൗസായിരുന്നു. അനേകം വൈദികരുണ്ടായിരുന്നു. അതുപോലെ ക്രിസ്തു വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഓഡിയൻസിൽ മുഴുവനും. ഒരു സൂചി വീണാൽ പോലും കേൾക്കാവുന്ന രീതിയിലുള്ള നിശബ്ദത. ആ നിശബ്ദതയുടെ കാരണം ഈ മാതിരിയുള്ള രംഗങ്ങൾ കണ്ടു നിൽക്കാൻ ആരെക്കൊണ്ടും സാധിക്കത്തില്ല. പിന്നീട് ലൈറ്റ് തെളിഞ്ഞ് സിനിമയുടെ അവസാനം വന്നപ്പോൾ, ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഒത്തിരി വൈദികർ കരയുന്നത് ഞാൻ കണ്ടു. വൈദികർ മാത്രമല്ല, അല്ലാതെയുള്ള ആളുകളും കരഞ്ഞു പോകും. സാധാരണ മനുഷ്യൻ ആണെങ്കിൽ കരഞ്ഞു പോകും. അന്ന് ആ ചലച്ചിത്രം കണ്ടുകൊണ്ടിരുന്നവരിൽ അന്നത്തെ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായ സൂസപാക്യ തിരുമേനിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് ഈ ചലച്ചിത്രം നിർവികാരതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു അനുഭവം എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത ഒരു രംഗമായിട്ട് അത് അവശേഷിക്കുന്നു.